വിളിക്കുക പോലും ചെയ്യണം. അപ്പൊ ഞാൻ അവരോ എന്നാണ്ട് അതാണ് ചോദിച്ചു വിശേഷം. ഞാൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ സുഖം. കൊറേ പ്രാവശ്യം. എനിക്കറിയാം, അതുകൊണ്ടാ ചോദിക്കാതെയും പറയാതെയും കയറി വന്നത്. ചേച്ചിയുടെ പക്ഷെ ടുഗദർ കയറിയിട്ടില്ല, അല്ലാതെ ഞാൻ വന്ന് ലൈവ് ഇടാറുണ്ട്. ഞാന് ടുഗദർ ഇടാറില്ലടാ. ആ ഞാൻ പിന്നെ ടുഗദറേ ഞാൻ ഇടാറുള്ളൂ. ഞാൻ ഇടും. വല്ലപ്പോഴേ എന്താ മറ്റേ ലൈവ് ഇടാറുള്ളൂ. ഹായ് ഫുട്ബോളർ, വെൽക്കം ടു ദ ലൈവ്. എന്താണ് ഫുട്ബോൾ വിശേഷം? പിന്നെ പറ ചേച്ചി വിശേഷമൊക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെയല്ലേ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? ബെസ്റ്റ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. എന്റെ സാഡ് ഫേസ് കാണണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വെളിയിലോട്ട് ഫോൺ വെച്ചിരുന്നത്. ജോലിക്ക് അങ്ങനെയൊന്നുമില്ല, പോയില്ലായിരുന്നു ചേച്ചി? നമ്മളൊക്കെ സ്റ്റിച്ചിങ് ഇല്ല ഇന്ന്? ഉറക്കമിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഷോപ്പ് അവിടെ മതിയാക്കിയടാ. ഉം. എനിക്കിനി പുതിയ ഷോപ്പ് ഓപ്പണിംഗ് 11-ാം തീയതി. ഓക്കെ ഓക്കെ. അതെ അതെ, ഞാനാ കുത്താത്ത അതുവരെ നേഴ്സ്. ഞാൻ ഇങ്ങനെ ഫ്രീ ആണ്. ഓക്കെ. അപ്പൊ ഇഷ്ടംപോലെ ലൈവ് ഇടാലോ. ഒത്തിരി സ്നേഹം, ഒത്തിരി ആ, സന്തോഷം. തിരിച്ചു ചെയ്യാം. എവിടെ? ഓക്കെ ഓക്കെ അരിച്ചേട്ടാ. ഉണ്ണിബ്രോ ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ണിബ്രോ വീണ്ടും വന്നോ? കണ്ടില്ലല്ലോ. ഉണ്ണിബ്രോ വന്നില്ല. പോയില്ല. ചേച്ചി പിന്നെ എന്താ വിശേഷം? സുഖം. രാവിലെ എന്തുവാ ചേച്ചി എവിടുന്നാ ഫുഡൊക്കെ തയ്യല് റെഡിയായി, പഠിച്ചത്? ഇനി എന്നെ കഴിക്കണം. ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ഞാനൊക്കെ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഒന്നെങ്കിൽ തയ്യലിന് പോകാം, അല്ലെ കമ്പ്യൂട്ടർ കോഴ്സിന് പോകാം. നമ്മള് പിന്നെ മടിയുടെ അങ്ങേറ്റത്തുള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് നോക്കണം. 10 ദിവസം പോയി, പിന്നെ പോയതില്ല. ഞാൻ 1.5 മാസം കൊണ്ട് പഠിച്ചതാ. ആ ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ഉണ്ണിബ്രോ ഒരു എവിടെയാ? ചേച്ചിയുടെ അടുത്ത് പോയി 1.5 മാസം കൊണ്ട് പഠിച്ചു. ബാക്കി ഉം, എല്ലാം സ്വന്തം പരിപാടി. അത്രേ ഡിസൈൻ ഉള്ളു. അവന് ചെയ്യുന്നതൊക്കെ മുത്തേ വർക്ക്, വെൽക്കം. ബാക്കിയെല്ലാം സ്വന്തം. അടിപൊളി. അങ്ങനെ വേണം. നമുക്കൊക്കെ ഒരു സ്കില്ല്. ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു കുറച്ച് തയ്യലെങ്കിലും പഠിച്ചിട്ട് വരണ്ടായിരുന്നെന്ന്. കാരണം ഇവിടെ തയ്യക്കട ഇല്ല. നമ്മൾ ഒരു ഡ്രസ്സ് ഇപ്പൊ കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയവാ, അത്രേ ഉള്ളൂ. അല്ലാതെ ഓപ്ഷൻ ഇല്ല ഇവിടെ. തയ്യക്കട എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഞാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ചെറിയ ഓൾട്രേഷൻ ചെയ്യാൻ പോലും അത്യാവശ്യമാണ്. ഒന്നും അറിയത്തില്ല. എന്റെ മമ്മിയൊക്കെ പിന്നെ ഇച്ചിരി തയ്ക്കുമായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് തയ്യൽ അറിയാം. ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടാക്കും. എന്നുണ്ടാക്കും ഡസ്റ്റർ. എന്റെ പൊന്നടാ, കൊച്ചിലെ എല്ലാരും ഡസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കേടാ സന്ധ്യ, പോയി വാ. ടേക്ക് കെയർ. മഴക്കാറ് പോയോ? ആടാ, ഫുട്ബോളർ ഈ പിഞ്ചാലിനൊരു കൂട്ട് കൊടുക്കടാ. മുത്തല്ലേ? ഹായ് അടുത്തുള്ള മഴക്കാറ് പോയോ? മഴക്കാർ ബ്രോ ഒന്ന് കറങ്ങിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആണോ? എനിക്ക് വായിക്കാൻ അറിയാം. അറിയാടാ. അമ്മനു അടുത്തുള്ള ചേച്ചിയായി പിൻ ചെയ്തിരിക്കുന്നത് ശിവ ചേച്ചിയാ. ശിവ ചേച്ചി പിൻ നോക്കടാ ഡെനീസേ. എന്നെ അറിയാവുന്നവരുള്ള എത്ര പേരുണ്ട് ഇവിടെ? ശിവ ചേച്ചി അല്ലേ? അറിയുന്നവര് കൈ നോക്കിക്കേ. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതെ. എനിക്ക് പക്ഷെ ഇഷ്ടമാട്ടോ അറിയാത്ത ചാനലില് ആ, പോവാന്. മീൻസ് അതാ വന്നു. ഫൈസൽ ബ്രോ വന്നു. ഫൈസൽ ബ്രോയ്ക്ക് അറിയായിരിക്കും. ഉണ്ണി ബ്രോ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഐ ആം വാച്ചിങ്. ഫൈസൽ ബ്രോ നമ്മുടെ നാട്ടുകാരാ, നമ്മുടെ എന്നാ ഒരേ നോക്കി നാട്ടുകാരാ. പിടിക്ക്. എനിക്ക് തയ്യൽ അറിയാം. ബട്ടൺസ് ഒക്കെ വെക്കും. കിങ്ങേ ഹായ്, വെൽക്കം ടു ദ അതൊന്നും ലൈവ്. ഉണ്ടല്ല. എന്തുണ്ട് കിങ്ങേ വിശേഷം? താങ്ക് യു ഫൈസൽ ബ്രോ. ഫൈസൽ ബ്രോ അടിപൊളി പാട്ട് തന്നെ കേട്ടോ. ഫൈസൽ ബ്രോയുടെ പാട്ട് കേട്ടാന്ന് ശിവ ചേച്ചി? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഷേ, ഫൈസൽ ബ്രോയുടെ ചാനലിൽ കയറി നോക്കണം. ഫൈസൽ ബ്രോ സ്വന്തമായിട്ട് പാട്ട് എഴുതി. അത് കണ്ടിട്ടുണ്ട്. ആ ഞാൻ ഫൈസൽ ഞാൻ ബ്രോയുടെ ഉദ്ദേശിച്ച ലൈവാ. പാട്ടുകളാണ്. പക്ഷെ ലൈവിൽ പോയിട്ട് ഞാൻ കുറച്ച് ദിവസമായി. പക്ഷെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ആ പാട്ട്. ഫൈസൽ ബ്രോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അമ്മ ചേച്ചി. ആണോ ബ്രോ? ശിവ എന്നെ ചേച്ചി അറിയോ? ചുമ്മാ ഡെന്നിസ് തെള്ളൻ ഉസ്താദാ. എനിക്കറിയാം, പക്ഷെ ചേച്ചിക്ക് എന്നെ അറിയില്ല. വേണ്ട അംബ്രോസ്, അതിവിടെ വേണ്ട. അങ്കൂന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് ജോബ് വേക്കൻസീസ് ന്യൂസിലാൻഡ്. ചേട്ടാ അത് വേണോ? നാട്ടിൽ നിന്നാ പോരെ? നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ സാഹചര്യങ്ങളിൽ സമ്മർദ്ദം കാത്തോടെ വന്ന. ശിവ ചേച്ചി സബ് കമന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ അമ്മ തിരിച്ചു വരും ചേച്ചി എന്തായാലും. ഓക്കെ, ഞാൻ തിരിച്ചു വരാട്ടോ. അപ്പൊ ഒരു പാട്ട് ആരാ പാടിയിട്ട് ഞാനങ്ങ് വിട്ടാലോ? വേണ്ട. ഞങ്ങൾ ഇവിടെ വരുന്നവരൊന്നും വിടത്തില്ല.
എന്റെ കെട്ടിയോൻ വന്നാൽ എന്നെ ഇപ്പൊ ഇവിടുന്ന് ഓടിക്കും അറിയോ?